ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ പുളിമാവ് വെട്ടി എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹവും ചോദ്യോത്തരങ്ങളും പരീക്ഷയ്ക്ക് കണക്കായിട്ടുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റാക്കാൻ പോവാണ്. പാഠഭാഗം കവിത നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് മുന്നേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ പഠിച്ച കാര്യം എത്രമാത്രം നമ്മുടെ മനസ്സിനകത്തുണ്ട് എന്ന് സെറ്റാക്കാനും ഒന്നുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളെ സ്വാംശീകരിച്ച് മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഒരു 15 മിനിറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാ മക്കളെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാർ. നോക്കുക, പുളിമാവ് വെട്ടി എന്ന പാഠഭാഗം എഴുതിയതായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായരായിരുന്നു. ആരായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ? നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക, അറിഞ്ഞു വെച്ചേക്കുക. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവിയും നാടകകൃത്തുമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 1906 ഡിസംബർ 23 പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്താണ് ഇദ്ദേഹം ജനിച്ചത്. 19 പുസ്തകങ്ങളും 10 സമാഹാരങ്ങളിലായി 300-ലധികം കവിതകളും 6 നാടക പുസ്തകങ്ങളും ലേഖനങ്ങളുടെ ഒരു ശേഖരവും ഇടശ്ശേരിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പൂതപ്പാട്ട്, പണിമുടക്കം, കല്യാണപുടവ, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെപ്പാട്ട്, പുത്തൻ കലവും അരിവാളും, ഒരു പിടി നെല്ലിക്ക, കളിയും ചിരിയും, ഇടശ്ശേരിയുടെ നാടകങ്ങൾ, കൂട്ടുകൃഷി എന്നിവ പ്രധാന കൃതികളാണ്. 1974 ഒക്ടോബർ 16 നിര്യാതനായി ഇടശ്ശേരി. ഇനി പാഠസംഗ്രഹത്തിലേക്ക് നമുക്ക് വരാം. കവിത നിങ്ങൾ ഓൾറെഡി വായിക്കണം, എന്നിട്ട് വേണം ഇതിനകത്തേക്ക് വരാൻ. പുളിമാവ് വെട്ടി എന്ന കവിതയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു മാവിൻ്റെ ദുരവസ്ഥയിലൂടെ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെയും പ്രകൃതിയോടുള്ള ക്രൂരതയെയും വരച്ചു കാട്ടുന്നു. പുറംപറമ്പിൻ്റെ അതിരിൽ പടുകൂറ്റൻ പുളിമാവ് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ തണലിൽ കുട്ടികൾ കളിച്ചു രസിച്ചു വളർന്നു. മരം വെറുമൊരു വരുമാന സ്രോതസ്സായി കാണുന്ന ഉടമസ്ഥൻ അത് വെട്ടി വിൽക്കാൻ തീരുമാനിച്ചു. വെക്കാൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, വിൽക്കാൻ എന്നാക്കി മാറ്റണം കേട്ടോ. വിൽക്കാൻ തീരുമാനിച്ചു. മാവ് വെട്ടാൻ കൂടിയാണ് താല്പര്യമില്ലെങ്കിലും അയാൾ നിസ്സഹായനാണ്. അതിനൊരു ഉടമസ്ഥനെ ഏൽപ്പിച്ചപ്പോൾ കുടിയാൻ അവിടുത്തെ തൊഴിലാളിയോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് താല്പര്യമില്ലെങ്കിലും അയാൾക്ക് ചെയ്യേണ്ടി വന്നു. ഈ ദുഃഖവാർത്തയറിഞ്ഞ പുളിമാവിൻ്റെ സഹമരങ്ങളായ കൂടെ ഉണ്ടായിരുന്ന മറ്റു മരങ്ങളായ ഒട്ടുമാവുകൾ തളിരിലകളാവുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിന്നു. ചുറ്റുപാടുള്ള മറ്റു വൃക്ഷങ്ങളൊക്കെ ആകെ സങ്കടപ്പെട്ടു നിന്നു. പുളിമാവ് പൂക്കുമ്പോൾ അത് ദേവന്മാർക്കുള്ള വാസസ്ഥലമായി മാറും. ഉച്ചനേരത്ത് മാവിൻ്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ അതിൻ്റെ ശാഖകളിൽ നിന്ന് അവരുടെ പുഞ്ചിരിയും സംസാരങ്ങളും കേൾക്കാറുള്ളത് ആ തൊഴിലാളിയായ കുടിയാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇന്ന് ഉടമസ്ഥന് ഈ മരം മുറിച്ച് പലകകളാക്കാൻ അവകാശമുണ്ട്. ആരും എതിർക്കാനില്ല. പുളിമാവിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് ഉടമസ്ഥൻ ആക്രോശിക്കുന്നത്. പുളിമാവിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് പക്ഷികളോട്, ഇത്രയും കാലം അവരുടെ താമസം അവിടെയായിരുന്നു, ആ പറവകളോട് ഉടമസ്ഥൻ പറയുന്നത് അവരുടെ പച്ചത്തണലൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ്. ആ മരത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ആര് മാത്രമാണ്? ഭൂമിയുടെ ഉടമസ്ഥൻ മാത്രമാണ്. പിറന്ന നാൾ തൊട്ട് ഇന്ന് വരെ തല കുനിക്കാത്തവനായി നിന്ന പുളിമാവ് ഒടുവിൽ വെട്ടി വീഴ്ത്തപ്പെടുന്നു. ആ വീഴ്ചയിൽ ഭൂതലം ഒന്നാകെ കുലുങ്ങുന്നു. പൂത്തിരി കത്തിച്ചതുപോലെ ഇനി മാവിൽ പൂങ്കുലകൾ വിടരില്ല. പൂത്തിരി കത്തിക്കുന്ന പോലെയാണ് പൂങ്കുലകളുടെ രൂപം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പൂത്തിരി കത്തിച്ചതുപോലെ ഇനി മാവിൽ പൂങ്കുലകൾ വിടരില്ല. പൂന്തേൻ കൂട്ടി സ്നേഹത്തോടെ കനികൾ ഊട്ടാൻ ഇനി ആരുമില്ല. പുളിമാവിൻ പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റിന് അതിനെ കാണാനാവുന്നില്ല. തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് ആ കാറ്റ് സഞ്ചരിക്കുന്നു. സെറ്റ്. ആദ്യത്തെ ചോദ്യം നോക്കുക. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക.
നോക്കുക, പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങൾ വേദനിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതായി കവി ചിത്രീകരിച്ചിരിക്കുന്നു. മാവ് വെട്ടാൻ പോകുന്നു എന്ന ദുഃഖവാർത്തയറിഞ്ഞ പുളിമാവിൻ്റെ സഹമരങ്ങളായ ഒട്ടുമാവുകൾ തളിരിലകളാകുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നതായാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. എതിർക്കാൻ കഴിവില്ലാതെ പറവകൾ പച്ചത്തണൽ നഷ്ടപ്പെട്ട് അകലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു. പുളിമാവിൻ്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു. അത് അമ്മയാകുന്ന ഭൂമിയുടെ മാറിൽ തീ കോരിയിടുന്നു. പുളിമാവിന് പൂങ്കരകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റ് തൻ്റെ നിരന്തര ബന്ധുവിനെ കാണാതെ തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങൾ വേദനിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതായിട്ട് കവി ചിത്രീകരിക്കുന്നു. മാവ് വെട്ടാൻ പോകുന്നു എന്ന ദുഃഖവാർത്ത അറിഞ്ഞ പുളിമാവിൻ്റെ സഹമരങ്ങളായ ഒട്ടുമാവുകൾ തളിരിലകളാകുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നതായാണ് ആദ്യമായി കവി സങ്കല്പിക്കുന്നത്. എതിർക്കാൻ കഴിവില്ലാതെ പറവകൾ പച്ചത്തണൽ നഷ്ടപ്പെട്ട് അകലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു. 2, പുളിമാവിൻ്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു. 3, അത് അമ്മയാകുന്ന ഭൂമിയുടെ മാറിൽ തീ കോരിയിടുന്നു. പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റ് തൻ്റെ നിരന്തര ബന്ധുവിനെ കാണാതെ തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. ഇതാണ് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ. സ്വന്തം മാറത്തമ്മ മഹിക്കരുത്തി കനൽ വീണാൽ വീണോട്ടെ, എന്തിനുമേറെ കാമ്യം പണമേറെ തുച്ഛെന്നത് കൈവന്നോട്ടെ. സ്വന്തം അമ്മ തകർന്ന് നശിച്ചാലും വേണ്ടിയില്ല, തനിക്ക് എന്ത് കിട്ടണം? പണം കിട്ടണം. എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. സ്വന്തം അമ്മയുടെ നെഞ്ചത്ത് തീ വീണാലും കുഴപ്പമില്ല, പണം കിട്ടിയാൽ മതി എന്ന വരികൾ വായിക്കുമ്പോൾ ആധുനിക മനുഷ്യൻ്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും അതിൽ വ്യക്തമായി കാണാം. പണത്തോടുള്ള അത്യാഗ്രഹവും സ്വന്തം സുഖത്തോടുള്ള അമിതമായ സ്നേഹവുമാണ് മനുഷ്യന് അമ്മയുടെ വേദനയേക്കാൾ വിലപ്പെട്ടത്. അമ്മ എന്നത് ഇവിടെ ഒരു പ്രതീകം മാത്രമാണ്. മനുഷ്യന് പണം ആവശ്യമാണ്. കൂടെ നിൽക്കുന്നവരും സ്നേഹിക്കുന്നവരും ചുറ്റുമുള്ളതുമെല്ലാം അവന് വരുമാന മാർഗമാണ്, പ്രകൃതി ഉൾപ്പെടെ. ഇതിനാലാണ് അവൻ മരങ്ങൾ വെട്ടി വിൽക്കുന്നത്. മരത്തിൻ്റെ മൂല്യം അതിൻ്റെ ജീവനിലല്ല, മറിച്ച് അതിൻ്റെ തടിയിലാണ് എന്നതാണ് മനുഷ്യൻ്റെ വീക്ഷണം. മരം ഒരു വസ്തുവായി ചുരുക്കപ്പെടുന്നു, വിൽക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു ഉപഭോഗ വസ്തു. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛെന്നത് കൈവന്നോട്ടെ എന്ന വരികൾ ഈ ആശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. പണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് തുച്ഛൻ എന്ന് മനുഷ്യരെ വിളിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത്. ആധുനിക മനുഷ്യൻ്റെ ഈ മനോഭാവം പ്രകൃതിയെയും മനുഷ്യബന്ധങ്ങളെയും തകർക്കുന്നതിലേക്ക് നയിക്കുന്നു എന്ന സന്ദേശവും ഈ വരികൾ നൽകുന്നുണ്ട്. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പൂത്തിരി കത്തിച്ചെങ്ങള നൃത്തം തത്തിക്കാനില്ലിനി ആരും. വരികളിലെ കൽപ്പനകൾ വിശകലനം ചെയ്യുക. സമാനമായ കൽപ്പനകൾ വേറെയും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, വിശദീകരിക്കുക. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ എന്ന് പറഞ്ഞാൽ തണൽ എന്ന് പറയുന്നത് ഒരു താങ്ങാണ്. പ്രകൃതി നമുക്കൊരുക്കുന്ന പച്ചത്തണലിലൂടെ ഏത് കൊടും ചൂടും നമ്മൾ മറികടക്കുന്നു. പച്ചത്തണൽ കൊത്തിയെടുത്ത് ദൂരെ പോകാൻ കിളികളോട് ആക്രോശിക്കുമ്പോൾ പ്രകൃതിയുടെ തണലല്ല, പണത്തിൻ്റെ തണലാണ് വലുതെന്ന ചിന്തയാണ് പ്രകടമാവുന്നത്. പുളിമാവ് വെട്ടിയപ്പോൾ തണൽ മാത്രമല്ല, നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ സ്ഥാനവും നഷ്ടമായി. കിളികൾ പാർക്കുന്ന മരങ്ങൾക്കുമേൽ അധികാരം സ്ഥാപിക്കുന്ന മനുഷ്യർ കിളികൾക്ക് മരങ്ങൾക്കുമേൽ ഉടമസ്ഥാവകാശമില്ലെന്ന കാരണത്താൽ അവയെ ആട്ടിയോടിക്കുന്നു ഈ വരികളിലൂടെ. ഇനി അടുത്ത് നോക്കിയേ. പൂത്തിരി കത്തിച്ച് ഞങ്ങളെ നൃത്തം തത്തിക്കാൻ ഇനി ആരുമില്ല. അതുവരെ ആരാ ഉണ്ടായിരുന്നത്? മാവാണ് ഉണ്ടായിരുന്നത്. വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതി നിറയെ പൂക്കൾ വിടരുന്നതിനെയാണ് പൂത്തിരി കത്തിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൂക്കളെപ്പോലെ പ്രകാശം പൊഴിക്കുന്നവയാണ് പൂത്തിരികൾ. ആഘോഷവേളകൾക്ക് പൂത്തിരികൾ മാറ്റുകൂട്ടുന്നത് പോലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വസന്തകാലത്തിൻ്റെ വരവ്. അത് ഫലസമൃദ്ധിയുടെ അടയാളമാണ്. മാമ്പൂവ്, കണിക്കൊന്നപ്പൂവ് തുടങ്ങിയവ ആകൃതിയിൽ പോലും പൂത്തിരിയോട് സാമ്യമുള്ളവയാണ്. പ്രകൃതി നാശം ഉണ്ടാകുമ്പോൾ കാലാവസ്ഥയും ഞാറ്റുവേലകളും കാലം തെറ്റി പിറക്കുകയും ഫലസമൃദ്ധിയുടെ അടയാളങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്യും. തങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി ആരുമില്ലെന്ന കവിതയുടെ സന്ദേഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെറ്റ്. ദെൻ എന്തിലുമേറെ കാമ്യം
പണമേ തുച്ഛെന്നത് കൈവന്നോട്ടെ. പണാധിപത്യത്തോടുള്ള കവിയുടെ പരിഹാസമാണ് ഈ പ്രയോഗത്തിലുള്ളത്. പുളിമാവ് വെട്ടുന്നത് കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നൊന്നും മനുഷ്യർക്ക് ഒരു വിഷയമല്ല. അവൻ എന്താ വേണം? പണം ആവശ്യമാണ്. കൂടെ നിൽക്കുന്നതും ചുറ്റുമുള്ളതുമെല്ലാം അവന് വരുമാന മാർഗമാണ്. പ്രകൃതി ഉൾപ്പെടെ ഇതിനാലാണ് അവൻ മരങ്ങൾ വെട്ടി വിൽക്കുന്നത്. മരത്തിൻ്റെ മൂല്യം അതിൻ്റെ ജീവനിലല്ല, മറിച്ച് അതിൻ്റെ തടിയിലാണ് എന്നതാണ് മനുഷ്യൻ്റെ വീക്ഷണം. മരം വിൽക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു ഉപഭോഗ വസ്തുവായി ചുരുക്കപ്പെടുന്നു. പണത്തോടുള്ള ഈ അടങ്ങാത്ത ആർത്തിയാണ് തുച്ഛൻ എന്നത് മനുഷ്യനെ വിൽക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത്, വിളിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പട്ടയം ആരും തന്നില്ലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ. പട്ടയം, ഭൂമിയുടെ ആധാരം ആർക്കില്ല? മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഭൂമിയുടെ മേൽ അധികാരമില്ലല്ലോ, ആധാരവുമില്ലല്ലോ. അധികാര ഗർവിൻ്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ പുളിമാവിലെ ജീവജാലങ്ങളോടും അതേ സമീപനമാണ് പുലർത്തുന്നത്. പുളിമാവിൽ താമസിക്കുന്ന പട്ടയമില്ലാത്ത ആയിരക്കണക്കിന് പറവകളോട് ദൂരെ പോകാനാണ് അയാൾ ആക്രോശിക്കുന്നത്. പട്ടയം എന്ന വാക്ക് ഇവിടെ ഉടമസ്ഥതയുടെയും അധികാര ഗർവിൻ്റെയും അടയാളമാണ്. മനുഷ്യർക്കാണ് പണവും പട്ടയവുമൊക്കെ, അതിനെല്ലാം പുറത്താണ് പ്രകൃതി. മനുഷ്യ നാഗരികത ആ പ്രകൃതിക്ക് മേൽ തങ്ങളുടേതായ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യ അധിനിവേശത്താൽ പ്രകൃതി അന്യാധീനപ്പെടുന്നതിലുള്ള കവിയുടെ പ്രതിഷേധമാണ് ഈ വരികൾ. സെറ്റ്. നന്നായിട്ട് പാഠഭാഗം വായിക്കുക, ചോദ്യോത്തരം പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.